started dramas. Actually, you all know nobody is here. From early morning, night, whole day, these criminals will be conducting dramas. Like somebody is coming here, this and that. I am sending messages. ഇവരുടെ ഡ്രാമാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഫോൺ ഉണ്ടെങ്കിൽ നമ്മളതിൽ നോക്കുവാണെങ്കിൽ ഇവന്മാരും ഇങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ ഈ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകും. ഇപ്പം റോഡിൽ കൂടെ പലരും പോകും ഫോണും പിടിച്ച്. അതൊക്കെ നമ്മുടെ ഇതിലാണോ? ഇവനൊക്കെ ആരാന്ന് പോലും നമുക്കറിയത്തില്ല. ഇവൻ്റെയൊക്കെ ഫോൺ നമ്പറോ ഫോണോ ഇതൊന്നും നമ്മുടെ കയ്യിലെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഈ മെസ്സഞ്ചറോ ഒന്നുമില്ല, ആകെ ഒരു വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുമുണ്ട്. വാട്സപ്പ് നമ്മൾ ഫേസ്ബുക്കിൽ റിവീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പിനകത്ത് ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് കേട്ടില്ല. ഇവന്മാരൊക്കെ ചുമ്മാ ഇങ്ങനെ അങ്ങ് നടക്കുക, ഇങ്ങനെ ചുമ്മാ ഡ്രാമയുണ്ടാക്കി ഒരു പണിയില്ല, ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ഒരു പണിയില്ല, വേലയില്ല, ഇങ്ങനെ രാവിലെ ഇറങ്ങും വല്ല പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ അനാവശ്യം പറഞ്ഞുണ്ടാക്കുക. ഒരിതും ഇല്ല, ഇങ്ങനെ അങ്ങ് നടക്കുക. എന്നെ ചുറ്റിപ്പറ്റി കുറേ പേരിങ്ങനെ അങ്ങ് കഥകളുണ്ടാക്കാനായിട്ട്. എത്ര പേരാണെന്നറിയോ? ഓലകെട്ടിയമ്പലത്തിൽ ഫുൾ ആൾക്കാരും ഇങ്ങനെ അങ്ങ് ഭയങ്കര എതിരായിട്ട് നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കി നടക്കുക. ഇങ്ങനെ അങ്ങ് നടപ്പാ ജോലി. ഒരു പണിയില്ലെന്ന് തോന്നി അവന്മാർക്കൊന്നും. രാവിലെ അങ്ങ് ഇറങ്ങും. ഒരവനാണെങ്കിൽ ഇപ്പം മാസ്ക് ഇപ്പം ആരാ വെക്കുന്നത്? അതിൽ അവനിങ്ങനെ മാസ്കൊക്കെ ഫിറ്റ് ചെയ്ത് രാവിലെ അങ്ങ് ഇറങ്ങും. പിന്നെ ഇങ്ങനെ ഒരു കവറൊക്കെ പിടിച്ച് തിരിച്ചു പോകും. ഇങ്ങനെ വേറെ പണിയും വേലയൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് നടക്കുക. നിനക്ക് പണിയെടുത്ത് കൂടി ജീവിച്ചുകൂടാ ഇവിടെ? നീയൊക്കെ പോയി പണിയെടുത്ത് ജീവിക്കടാ, വല്ല പെണ്ണുങ്ങളുടെയും പേരിൽ കള്ളക്കഥ ഉണ്ടാക്കാതെ. എന്തോ കള്ളക്കഥ ഉണ്ടാക്കും ഇവന്മാരൊക്കെ. അവനവൻ്റെ കാര്യം നോക്കടാ. നമ്മുടെയൊക്കെ പേര് ചുമ്മാ കഥയുണ്ടാക്കി നടക്കുക. വാണിഫ കഥകളാണ് ഇപ്പം പ്രചാരത്തിൽ. എല്ലാവർക്കും അറിയാം, വാണിഫ കഥകൾക്ക് ഭയങ്കര പ്രചാരം വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചുമ്മാതെ കള്ളക്കഥകളും ഉണ്ടാക്കി നടക്കുന്ന കുറേ കള്ളക്കൂട്ടങ്ങൾ. പെണ്ണുങ്ങളും അങ്ങനെ തന്നെ നടക്കുക, കുറേ ആണുങ്ങളും. വേറെ ജോലിയൊന്നും ഇല്ല ഇവന്മാർക്ക്. വേറെ വല്ല ജോലിക്കും പോടാ നീയൊക്കെ. ഇങ്ങനെ ചുമ്മാ അങ്ങ് നടക്കുക, ഒരു ജോലിയില്ലാതെ. കണ്ടവരെയൊക്കെ അതും ഇതും പറയിപ്പിക്കാനായിട്ട് ഒരു ജോലിയില്ലാതെ. വല്ല ജോലിയും വേണ്ടായോ? ഒരു ജോലിയില്ല, ഇങ്ങനെ അങ്ങ് നടപ്പാ ജോലി. കണ്ട പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ കഥയുണ്ടാക്കുക. ഒരു പണിയില്ല. എൻ്റെ പണികളുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങും, ഒരു പണിയില്ലാതെ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ. നമ്മുടെ വീട്ടിലെ ജോലി കഴിഞ്ഞ് നമ്മൾ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് അതുവരെ നമ്മൾ അകത്തായിരുന്നപ്പം വേറെ കഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ആ കഥകൾ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ചാടി അപ്പുറത്തോട്ട് പോകും. ഈ കൺസ്ട്രക്ഷനിലിരുന്ന ബിൽഡിങ്ങിലായിരുന്നു ഇവന്മാർ. അപ്പം ഇവരുടെ കഥ, ഇവന്മാർ വന്ന് കയറിയപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് വന്ന് കയറി. പൂട്ടിയത് ഇപ്പോഴാണ് ഞങ്ങൾ തുറന്നത്. അപ്പം ഞാനിങ്ങനെ ചാടിയ വെളിയിൽ വന്നപ്പം, നമ്മളിപ്പം ഇവിടെ വന്ന് ഇങ്ങനെ മുറ്റം തൂക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് ഇവന്മാർ അപ്പുറത്തോട്ട് ലതാമ്മ എന്ന് പറയുന്ന ഇവിടോട്ട് മോഹൻ സിംഗിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ കയറി കാർ പോർച്ചിൽ ഇങ്ങനെ നിൽപ്പായിരുന്നു. എന്നിട്ട് ഒരവനിങ്ങനെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക അങ്ങനെയൊക്കെ ഇതിനകത്തുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്ന് കഥകളുണ്ടാക്കുക. എന്നാലും നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കാൻ, പെണ്ണുങ്ങളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക. ഇതാണ് ഇവന്മാരുടെ ജോലി. ഇവന്മാരൊക്കെ ആരാ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കാൻ? ഇങ്ങനെ രാവിലെ അങ്ങ് ഇറങ്ങും, ഒരു ജോലിയില്ല. എന്നൊക്കെ ആരാണ് നമ്മുടെ രക്ഷകർത്താവാകാൻ? കണ്ടില്ലേ ഒരു വടക്കേലെ ഒരു സുബ്രഹ്മണ്യൻ, അവൻ നമ്മുടെ രക്ഷകർത്താവണം. ഇവൻ ആരാ? ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തകിടം മറിഞ്ഞ് കിടക്കുന്ന അതാണ് ശരിക്കും നോക്കുവാണെങ്കിൽ. എൻ്റെ മോനെ എവിടെയോ കൊണ്ട് കളഞ്ഞിരിക്കുക. നിങ്ങൾ വന്ന് അന്വേഷിക്കാം. നിങ്ങൾക്ക് അക്ഷരം പ്രതി ഞാൻ പറഞ്ഞു തരുമല്ലേ, നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. ഇവൻ്റെ മോനെന്തിയെ എവിടെങ്ങാണ്ട് കൊണ്ടുവന്ന് കളഞ്ഞിരിക്കുക. അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിങ്ങനെ ഇതാക്കും. ഇവൻ 2, 3, 4 നേരം മേഫെയറിലും മേഫെയർ ബാറിലും പിന്നെ അതിനപ്പുറത്ത് ഷാപ്പിലും ഒക്കെ പോയി നല്ല ശരിക്ക് കള്ളു അടിച്ച് മറ്റുള്ള പെണ്ണുങ്ങളെ ചീത്തയും വിളിച്ചിങ്ങനെ നടക്കുക. അവൻ്റെ ജോലി ഏതാ? കൂകുക. ഒന്നാമത് കാടാ, കുറുക്കം കയറിയിരുന്ന് കൂകുന്ന പോലെ അങ്ങ് കൂവിക്കോളുക. കാട് ഞാൻ കാണിച്ചു തരാം അവൻ്റെ വീടിൻ്റെ ചുറ്റിനുള്ളത്. അപ്പം ഇങ്ങനെ വെറും എന്താ പറയുന്നത്, അവനെന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. അവനങ്ങ് കൂവുക ആളുകളെ. അവനെന്തൊക്കെയോ പ്രശ്നങ്ങൾ. കൂവുക, പാട്ട് പാടുക, പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടുക എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ വല്ലവരെയും കാണുമ്പോഴല്ലേ ഇതൊന്നും. നമ്മുടെ പെരയ്ക്കകത്തിരുന്നിട്ട് പാടുന്നതും എന്താണ് ചെയ്യുന്നത്. ഇത് ചുമ്മാതെ കള്ളൊക്കെ കുടിച്ചേച്ച് വന്നിരുന്നങ്ങ് പാടുക, കൂവുക, ചീത്ത വിളിക്കുക. പിന്നെ ചീത്ത വിളിക്കുന്നത് മാത്രമല്ല, വെറും നിഘണ്ടുവിലില്ലാത്ത ഇവൻ്റെ മലയാളം ഡിക്ഷണറി ഭയങ്കര വാസ്റ്റാണ്. എന്തായാലും ആളുകൾ കേട്ടാൽ ഓടുന്ന ഭാഷകളൊക്കെ അങ്ങ് ഉപയോഗിക്കും മലയാള ഭാഷകളൊക്കെ. പിന്നെ അതുപോലെ ഇവക്കാ രോഗം. നമ്മളെക്കുറിച്ച് പിന്നെ ഒരുത്തി കഥയുണ്ടാക്കാനിരുന്നെങ്കിൽ ശ്രീലത, മോഹൻ സിംഗിൻ്റെ അമ്മച്ചി എന്ന് പറയുന്നവൾ. പിന്നെ എൻ്റെ പ്രായം, എൻ്റെ വയസ്സങ്ങ് തിട്ടപ്പെടുത്തുക. പിന്നെ എൻ്റെ പാർട്ട്ണർ മുക്കും ഗുജറിൻ്റെ വയസ്സ് തിട്ടപ്പെടുത്തുക. ഭയങ്കര രോഗങ്ങളാണ്.
ഇവൻ്റെ വീട്ടിലെ മോന് വയസ്സ് എത്ര ഉണ്ട്, നിൻ്റെ മരുമോൾക്ക് വയസ്സെന്ത്? ഇവൻ്റെ മരുമോളെയൊന്നും എവിടാന്ന് പോലും കാണാനില്ല. ഇവൻ്റെ പറഞ്ഞു കഴിഞ്ഞു ഇന്നലെ. നീ അതൊക്കെ നോക്കടാ. നിൻ്റെ എന്തുവാ ഒരു പള്ളിപ്പാട്ടുകാരി മിനി എന്ന് പറയുന്നവളാണ് ഇവൻ്റെ മോൻ്റെ ഭാര്യ എന്ന് പറയുന്നവൻ. അതെന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയത്തില്ല. ഡിവോഴ്സ് ആയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എല്ലാം ഭയങ്കര ഗോപ്യമായ കള്ളത്തരങ്ങളുടെ കൂടാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞെന്ന് പോലും നമുക്കിപ്പോൾ അറിയാം. നമുക്കിപ്പോൾ സംശയമാണ്. അങ്ങനത്തെ കള്ളത്തരങ്ങളുമായിട്ട് നടക്കുക ഇവന്മാരും. അപ്പം ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങളുമായിട്ട് നടക്കുന്ന ഇവന്മാർ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ, ഇവന്മാരെക്കുറിച്ചൊക്കെ നല്ലപോലെ അന്വേഷിക്കണം. ഇവന്മാരുടെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം, ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ്റെ മോൻ എന്ത് ചെയ്യും, ഇവൻ്റെ മരുമോളെന്ന് പറയുന്നത് ഇതെന്തൊക്കെ, എന്താണ് ഇതിനകത്ത് ഈ നാടകങ്ങളുടെ അർത്ഥങ്ങളെന്നൊക്കെ എന്തോ അന്വേഷിക്കണം. ഇവന്മാർ ഈ വലിയ കള്ളന്മാരെക്കാട്ടി വലിയ കള്ളനായി ഇവരെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരെ കൊന്നും കൊല വിളിച്ചും നടക്കുന്നവന്മാരാണ് ഇവന്മാർ. പല രീതിയിൽ നമ്മളെ വകവരുത്താൻ നോക്കുക. പല പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഓരോ മോഡസ് ഒപ്പറാൻഡി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കഥയുണ്ടാക്കുക. നമ്മുടെ ഫോൺ ഇങ്ങനെ ഹാക്ക് ചെയ്ത് ഇതാക്കിക്കൊണ്ട് നമ്മുടെ ഫോണിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുക, നമ്മളെവിടാണെന്ന് അറിയുക. അങ്ങനെ പല കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. പല കള്ളത്തരങ്ങളാണ് ചെയ്യുന്നത്. എന്താണ് ഇവന്മാർക്ക് ഇതിൻ്റെയൊക്കെ കാര്യം? നമ്മുടെ ഫോണിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പേടിയില്ല ആരെയും കാണിക്കാൻ, ഒരു പേടിയില്ല. ഞങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൽ എന്തൊക്കെ ആപ്പുണ്ട്, എൻ്റെ ഫോണിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ കാണിക്കാൻ ഒരു പേടിയില്ല. ഇനി വരാൻ പറയും. ഇവനൊക്കെ ഏതാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഇവനൊക്കെ ഫോണും പിടിച്ചിങ്ങനെ ഇതുവഴി ഇങ്ങനെ നമ്മൾ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരിങ്ങനെ ഫോൺ പിടിച്ച് പോയാൽ അത് നമ്മളോടാണോ? എവിടുന്നാ? നമ്മളിവനെയൊന്നും നോക്കാൻ പോലും പോകുന്നില്ല. നമുക്ക് പലതും കാണും. നമ്മൾ നിൽക്കുന്നുണ്ടേ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും നമ്മുടെ ഫോണിൽ. അല്ലാതെ ഇവന്മാരോടൊന്നും സംസാരിക്കുന്നതല്ല. നമ്മുടെ ഇതിലുണ്ട്, എൻ്റെ ഫോണിലുള്ള ആപ്പൊക്കെ ഉണ്ട്. ആകെ സംസാരിക്കാൻ പറ്റുന്ന ആപ്പ്, ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് വാട്സപ്പ്. അതിലൊന്നും ഒരവനും ഇല്ല. ചാറ്റ് ചെയ്തുകൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല ഇവിടെ. ഓൺലൈനൊന്നും ഇല്ല, മനസ്സിലായില്ലയോ? ഓൺലൈൻ ഇരിക്കാത്ത മെസ്സഞ്ചറൊന്നും ഇല്ല. ഫേസ്ബുക്ക് എനിക്ക് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. ചുമ്മാ അങ്ങ് കഥയുണ്ടാക്കുക. എന്തോ കഥയാന്ന്? വല്ല ബേസോ ഒന്നും ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. ഒരു ബേസും ഇല്ല. ചുമ്മാ കഥയുണ്ടാക്കുക. ഇപ്പം എന്ത് ചെയ്യും? രാഹുൽ മാങ്കൂട്ടോ മറ്റവന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എല്ലാം പോയോ? ഇതൊക്കെ വെറും ഡ്രാമയല്ലയോ? ഇതൊക്കെ ഈ ഗവൺമെൻറ് തന്നെ ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന പല രീതിയിലുള്ള ഡ്രാമകൾക്ക് നിങ്ങൾക്കറിയാം. ഇപ്പം ഇവർക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലയോ ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് കയറിയിരുന്ന് എന്തോ പെൺവാണിഭ കഥകൾ ഉണ്ടാക്കുക, വാണിഭക്കഥയും കൊണ്ട് നടക്കുക. ഇപ്പോഴത്തെ ട്രെൻഡാന്ന് തോന്നുന്നു. വാണിഭക്കഥ ഉണ്ടാക്കി ജീവിക്കുന്ന കുറേ അവന്മാരും വേറെ പണിയൊന്നും ഇല്ലയോ? ഇങ്ങനെ എടുത്താൽ അറിയാം നമ്മളെക്കുറിച്ചുള്ള എന്തെല്ലാം വാണിഭക്കഥകളാണെന്ന്. വല്ല സത്യമുണ്ടോ? നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ ആരുടെ കൂടെ ആയിരുന്നു ഡൽഹിയിൽ, എവിടെയാണ് താമസിച്ചതെന്ന്, ആരുടെ കൂടെയാണ് താമസിക്കുന്നതെന്നും നിമിഷം പ്രതിയുള്ള ഇത് നമ്മളവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ അനാവശ്യങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞിതാക്കുക. എന്തുവാണ് ഇവർക്ക് രോഗമെന്ന് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല. കുറേ ക്രിമിനലുകൾ ഇങ്ങനെ കയറിയിരിക്കുക. പെണ്ണുങ്ങൾ ഒരു ശ്രീലത എന്ന് പറയുന്ന അവൾ ഭയങ്കര നമ്പർ 1 ക്രിമിനലാണ്. അവൾ കയറിയിരിക്കുക. നമ്മളെ വാച്ച് ചെയ്ത് വിട്ടിരിക്കുമായിരുന്നു. നമുക്ക് മനസ്സിലായി ഇവന്മാർ ഡ്രാമയ്ക്ക്. അതുകൊണ്ട് നമ്മളിവിടെ തന്നെ നിന്നപ്പോൾ എല്ലാം കയറി അവന്മാരുടെ പാട്ടിനും പോയി ഇവൾ കയറി പോവുകയും ചെയ്തു. ഇങ്ങനെ നടക്കുക.